കൊല്ലം പൂയപ്പള്ളിയിൽ 12-കാരിയെ പീഡിപ്പിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവാണ് പിടിയിലായത്. കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ തെങ്കാശിൽ നിന്നാണ് പിടികൂടിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാണ്? എങ്ങനെയായിരുന്നു പീഡനം? ഈ പ്രതി രാജു ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുള്ള ആളാണോ, അല്ലെങ്കിൽ അയൽവാസിയോ മറ്റോ ആണോ? കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂയപ്പള്ളി പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തെങ്കാശിയിൽ, തമിഴ്നാട് തെങ്കാശിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തുകയും കൈയോടെ പിടികൂടുകയുമായിരുന്നു. പ്രതിക്ക് 56 വയസ്സാണ് പ്രായം. പെൺകുട്ടിക്ക് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. നിലവിൽ പോക്സോ കേസ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കുടുംബവുമായിട്ട് പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ പ്രതി പലതവണ ഈ വീട്ടിന്റെ അടുത്തുകൂടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുമായി പരിചയത്തിലേർപ്പെടുന്നു. ഈ പരിചയം മുതലെടുത്താണ് ഈ കുട്ടിയെ ആളില്ലാത്ത സമയത്ത് വീട്ടിലെത്തുകയും ക്രൂരമായി പീഡനത്തിനിരയാക്കുകയും ചെയ്തതെന്നാണ് പോലീസിന് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 56-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത സാഹചര്യവുമുണ്ട്. ഇത്തരം കേസുകൾ ജില്ലയിൽ തന്നെ ഈ പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്നത് വളരെ ആശങ്ക ഉള്ളൊരു സംഭവം തന്നെയാണ്. മുൻപും സമാനമായ പല കേസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ അവസാനമായി വന്നൊരു കേസാണ് ഇത്. വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ പോക്സോ കേസുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം കൂടിയാണ് ഇപ്പോൾ. തീർച്ചയായും, കാരണം ഒരു കൃത്യമായ ആസൂത്രണത്തോടെ പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി അവിടെ അതിക്രമിച്ച് കയറി 12-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ പിടിയിലായ രാജു? കാരണം ഇങ്ങനെ ഒരു കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യണമെങ്കിൽ ഇയാൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ലൈംഗിക വൈകൃതം ഉണ്ടാകും, മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകും. അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അതുപോലെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ യാതൊരു തുമ്പും കിട്ടിയില്ല. അങ്ങനെയാണ് പ്രതി ഒളിവിൽ കഴിയുന്നു എന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. പ്രതിയുടെ ചില സുഹൃത്തുക്കളിലൂടെയാണ് ആ ഒരു വിവരവും കിട്ടിയതെന്നാണ് അറിയുന്നത്. എന്നാലും നമുക്കറിയാം, തമിഴ്നാട് അതിർത്തിയുമായി പങ്കിടുന്ന ഒരു പ്രദേശവും കൂടിയാണ് നമ്മുടെ ഈ കിഴക്കൻ മലയോര മേഖല. അപ്പോൾ അത്തരത്തിൽ പോയി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. എന്തായാലും തെങ്കാശിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒളിവിൽ കഴിയുകയായിരുന്നു അവിടെ. അപ്പോൾ പോലീസ് കൃത്യമായിട്ട് ചെന്ന്, അതായത് ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചു. അങ്ങനെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു. പ്രതിക്ക് മുൻപ് മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളുണ്ടോ എന്നതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ 12 വയസ്സുകാരിയോട് ചെയ്തത് അങ്ങേയറ്റം വലിയൊരു ക്രൂരതയാണ്. സൗഹൃദം നടിച്ച്, അല്ലെങ്കിൽ പ്രണയം നടിച്ച്, പ്രണയമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. 56 വയസ്സ് പ്രായമാണ് ഈ പ്രതിക്കുള്ളത്. ഈ ചില സൗഹൃദം, ചില വാത്സല്യം നടിച്ചാവാം ഒരു പക്ഷേ. അങ്ങനെ അത്തരം ചില രീതികളുണ്ട് ചില പ്രതികൾക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത്തരം രീതികളുണ്ട്. അപ്പോൾ അതിൽ വീടുന്ന ചില പെൺകുട്ടികളുണ്ട്. അവരുടെ ചില വാത്സല്യം അഭിനയിച്ച് അടുത്തുകൂടും. അതൊക്കെ പോലീസ് അപ്പോഴും ചില സ്കൂളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ അടക്കം നടത്താറുണ്ട്. ഇതെല്ലാം കുട്ടികൾ കേൾക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് പല സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പുകളെല്ലാം തന്നെ നടത്തി വരുന്നതും. അപ്പോൾ ആ ബോധവൽക്കരണ ക്യാമ്പുകൾ പലപ്പോഴും പല പോക്സോ കേസുകളും പുറത്തു വരുന്നത് സ്കൂളിലെ കൗൺസിലിംഗിലാണ്. കാരണം ഇതുപോലുള്ള ലൈംഗിക അതിക്രമങ്ങളെ നേരിടാൻ കൊച്ചുകുട്ടികൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം പേടി കാരണം, അല്ലെങ്കിൽ ഭീഷണി കാരണം പലരും പുറത്തു പറയില്ല. ഈ പെൺകുട്ടി എങ്ങനെയാണ് ഈ സംഭവം പുറത്തു പറഞ്ഞത്? ഈ കുടുംബത്തെ അറിയിക്കുകയായിരുന്നോ, അതോ സ്കൂളിലെ കൗൺസിലിംഗിലാണോ ഈ പീഡന വിവരം പുറത്തു വരുന്നത്?
ടോം, ഈ സംഭവത്തിന് ശേഷം പെൺകുട്ടി ഇത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. കാരണം പേടിച്ചിട്ടാവാം ഒരുപക്ഷെ കുട്ടി ഇത് വെളിപ്പെടുത്താഞ്ഞതെന്നാണ് അറിയുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അങ്ങനെയാണ് അവർ അധ്യാപകരെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അധ്യാപകർ സ്കൂളിൽ നടത്തിയ ചില കൗൺസിലിംഗിലൂടെയൊക്കെയാണ് പെൺകുട്ടി ഈ ഒരു പീഡന വിവരം വെളിപ്പെടുത്തിയതെന്നാണ് അറിയുന്നത്. അങ്ങനെ എന്തായാലും ശിശുക്ഷേമ സമിതി അടക്കം ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടാൻ സാധിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ട് പോക്സോ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് അപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ആണ് 12-കാരിയെ പീഡിപ്പിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തെങ്കാശിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.